രശ്മി ചേച്ചി, ഇനി കല്യാണത്തിന് കുറച്ചു സമയം കൂടെ ഉള്ളൂ. ഐ നോ. ഗിരിയേട്ടനും പാറുമായിട്ടുള്ള വിവാഹം നടക്കോ രശ്മി? നടക്കും. ഇതുവരെ എനിക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോഴെന്തോ നമ്മൾ വിചാരിക്കും പോലെ ഗിരിയേട്ടന് കല്യാണം നടക്കൂന്ന രാധി. ഇതുവരെ സംഭവിക്കാത്ത എന്തത്ഭുത ഇനി സംഭവിക്കാൻ പോകുന്ന. ഐ ആം ദി കോൺഫിഡൻസ്. ഗിരിയേട്ടനും പാറു ചേച്ചിയും തമ്മിലുള്ള വിവാഹം തന്നെയായിരിക്കും ഇന്ന് ഈ കതിർ മണ്ഡപത്തിൽ നടക്കാൻ പോകുന്നത്. കേട്ടില്ലേ? ബെല്ലടിച്ചത് കേട്ടില്ലേ? അതാണ്. ഇനി സംശയിക്കേണ്ട കാര്യേ ഇല്ല. ആരാ വന്നത്? ഗിരിയേട്ടനാണോ? കുഞ്ഞി പോയ വാതിലും തുറക്കോ? സ്പ്രിങ് മുടി. എന്തൊരു സുന്ദരനാടാ നീ. പാറുവിന്റെ ഭാഗ്യം എന്നെപ്പോലൊരു സുന്ദരനെ കിട്ടിയത്. എന്റെ പൊന്നോ, തലവേദന എടുത്തിട്ട് പാടില്ല. ഇന്നലെ രാത്രി ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു ഓർമ്മയും കിട്ടുന്നില്ലല്ലോ. ദൈവമേ, ഞാനിനി മേലാല് കുടിക്കൂല. സത്യം 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 സത്യം. അല്ല, എന്റെ കൂടെ വന്നവന്മാരൊക്കെ എവിടെ? ഇവന്മാരല്ലേ എന്നെ ഒരുക്കേണ്ടത്. എവിടെയെങ്കിലും പോയി അടിച്ച് ഓഫായി കിടക്കുന്നുണ്ടാവും രാവിലെ തന്നെ. ഇവനെയൊക്കെ കൂടെ വിളിച്ച എന്നെ വേണം പറയാൻ. എടാ, നീയൊക്കെ എവിടെ പോയി കിടക്കുമായിരുന്നു? റെഡിയായില്ലേ ഇതുവരെ? എവിടെ നിന്നാടാ നീയൊക്കെ? ഒന്നും പറയണ്ട എന്തിനാ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. എന്തുപറ്റി? ഓ, ഇന്നലെ അടിച്ചത് ഓവറായി പോയി അല്ലേ? അല്ല, കിട്ടിയ അടി അത് ഓവറായി പോയി. മനസ്സിലായില്ല? ഇന്നലെ രാത്രി ആ ഗിരി നമ്മളെല്ലാരും അടിച്ച് ഇഞ്ച പരുവാക്കിയടാ. എന്താ പറഞ്ഞേ? ഇടിച്ച് ഇഞ്ച പരുവാക്കി. അമ്മാതിരി ഇടിയായിരുന്നു അളിയാ. കണ്ണിന് പൊന്നിച്ച പാറി. ഇത് കണ്ട ഈ കൈ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ലടാ. അവിടെ നില്ലേ? പലരോടും തല്ലു പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവനെ പോലെ എടുത്ത ആദ്യമായിട്ടാ. എന്തൊരു കരുത്താ അവന്. ജീവൻ ബാക്കി വെച്ചത് ഭാഗ്യം. ആരാടി അവൻ? ആരുടെ കൂടെ അവൾ ഒളിച്ചോടിയത്? പറയും. എനിക്കറിയില്ല. ഈ കത്ത് കണ്ടപ്പോഴാ അവൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ അറിയുന്നത്. കള്ളം. മകളെ രക്ഷിക്കാൻ വേണ്ടി
നീ കഥ പറയുന്നത് സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. നിനക്കെല്ലാം അറിയാം. എടി, നീ നിന്റെ മോളെ കൂടെ എന്നെ പിടിയാക്കിയാണോ? ഒരിക്കലും അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. നിന്റെ വിശദീകരണമൊന്നും എനിക്ക് വേണ്ട. എനിക്കെല്ലാം മനസ്സിലായി. അവൾക്ക് ഒളിച്ചോടാണല്ലോ ഒത്താശ ചെയ്തു കൊടുത്തത് നീയല്ലേ? എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എന്റെ മുന്നിൽ നാടകം കളിക്കുന്ന ഇത് നീയും അവളും തമ്മിലുള്ള ഒത്തുകളി തന്നെയാ. ഒത്തുകളി. എന്റെ കരുണയിലേക്ക് അവലമ്മേ, ഞാൻ എങ്ങനെയാ പറഞ്ഞെന്ന് പറയാം. മണനിലത്ത് പത്മനാഭനൊരു അന്തസ്സുണ്ട്. അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. അവളെ ഏത് മറ്റവനോട് ഒളിച്ചോടിയാലും ശരി, നാലാളറിഞ്ഞ് നാണം കെടും മുമ്പ് അവളിവിടെ എത്തിയിരിക്കണം. വിളിച്ചിട്ട് അവളോട് തിരിച്ചു വരാൻ പറയും. മുഹൂർത്തത്തിന് മുമ്പ് അവളിവിടെ ഉണ്ടാവണം.